ഹായ്, നാളെ ജൂലൈ 10 വെള്ളിയാഴ്ച എജുപോർട്ടിൻ്റെ ആപ്പിൽ ഒരു കിഡിലൻ എൻട്രൻസ് എക്സാം നടക്കുന്നുണ്ട്. ഓൾറെഡി ഇതിന് രജിസ്റ്റർ ചെയ്ത് ഒരുപാട് കുട്ടികളുണ്ട്. ഇനി രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ തിരിഞ്ഞ് കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. ഇതെന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതാർക്കും എഴുതാൻ പറ്റുമെന്ന് അറിയാം. നിങ്ങൾക്ക് ഇത്തവണ അല്ലെങ്കിൽ ഇക്കൊല്ലം +1 കുട്ടികൾക്കും എഴുതാൻ പറ്റും, +2 കുട്ടികൾക്കും, ഇപ്പം +2 ജയിച്ച കുട്ടികൾക്കും എഴുതാൻ പറ്റും. അവർക്ക് മെഡിക്കൽ ഫീൽഡിലേക്കോ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കോ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ എക്സാം നിർബന്ധമായിട്ടും അങ്ങോട്ട് എഴുതുക. ഇനി എക്സാം എങ്ങനെ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എജുപോർട്ടിൻ്റെ ആപ്പ് വഴിയായിരിക്കും നമ്മൾ എക്സാം ഉണ്ടാവുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എജുപോർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ പോയാലും കിട്ടും, ആപ്പ് സ്റ്റോറിൽ പോയാലും കിട്ടും. അവിടെയൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് എജുപോർട്ടിൻ്റെ ആപ്പ് ഒന്ന് സെർച്ച് ചെയ്താൽ, എജുപോർട്ട് ആപ്പ് ഒന്ന് സെർച്ച് ചെയ്താൽ ഈ സംഭവം നിങ്ങൾക്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എജുപോർട്ടിൻ്റെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഏതൊരു ആപ്പ് യൂസ് ചെയ്യുന്ന പോലെ ആദ്യം നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് എൻ്റർ ചെയ്യുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് ആയിരിക്കും ഓപ്പൺ ആവുക. സാർ ഏത് ക്ലാസ് ആണെന്ന് എങ്ങനെ മനസ്സിലാവുക? ഇവിടെ മേലെ നോക്കടാ, ആ ജെയ് മെയിൻസ് എന്നുള്ളതിൻ്റെ ഭാഗമുണ്ട്, +1 ഹ്യൂമാനിറ്റീസ് എന്ന് ആ ഒരു പരസ്യത്തിൻ്റെ മേലെ കണ്ട നിങ്ങൾ അതിൽ നിങ്ങളാണ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വ്യൂ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ വ്യൂ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഒരു എജുപോർട്ടിൻ്റെ ആപ്പിലുള്ള എല്ലാ കോഴ്സുകളും കാണാൻ പറ്റും. അതിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കോളർഷിപ്പ് എക്സാം. അതങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ആ സ്കോളർഷിപ്പ് എക്സാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടാലൻറ്റ് ഹണ്ട് എന്നൊരു എക്സാമിൻ്റെ പേര് വന്ന് കിടക്കുന്നുണ്ടാവും. അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ നേരെ ടാലൻറ്റ് ഹണ്ട് എക്സാമിൻ്റെ ആ ഒരു കോഴ്സിലേക്ക് നമ്മൾ ഓപ്പണായി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൽ എക്സാം എന്നുള്ള ഭാഗമുണ്ട്. താഴെ ഹോം, എക്സാം, ഡെയിലി ടാസ്ക്, ഡൗൺലോഡ്സ്, അനാലിസിസ്. അതിൽ ആ എക്സാം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിൽ എക്സാം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കാണിക്കും അപ്കമിങ്, അതായത് വരാൻ പോകുന്ന എക്സാം. അവിടെ കണ്ടാൽ നിങ്ങൾക്ക് 4 പ്രധാനപ്പെട്ട എക്സാം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു +2 വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ, അതായത് +1 കഴിഞ്ഞ് ഇപ്പോൾ +2 പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 എക്സാമിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എഴുതാം. ആദ്യത്തെ ആർക്കാടാ? +2 പഠിക്കുന്ന നീറ്റ് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ആദ്യത്തെ എക്സാം എഴുതേണ്ടത്. ഇനി +2 പഠിക്കുന്ന, ഇപ്പോൾ +2 പഠിക്കുന്ന ജെയ് താല്പര്യമുള്ള കുട്ടികളാണ് രണ്ടാമത്തെ എക്സാം എഴുതേണ്ടത്. എന്നാൽ ഇപ്പോൾ +1 ജയിച്ച 10ാം ക്ലാസ് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ മക്കൾക്കാണ് 2 എക്സാം വേറെ ഉള്ളത്. അതൊന്ന് ടാലൻറ്റ് ഹണ്ട് SLC മലയാളം മീഡിയമാണ്, പിന്നെ ആ മേലുള്ള ടാലൻറ്റ് ഹണ്ട് SLC ഇംഗ്ലീഷ് മീഡിയമാണ്. സോ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ +1 ജയിച്ച കുട്ടിയാണെങ്കിൽ ആ താഴെയുള്ള ടാലൻറ്റ് ഹണ്ട് SLC എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. മീഡിയം മലയാളമാണെങ്കിൽ മലയാളം മീഡിയം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്. +2കാരാണെങ്കിൽ മേലെയുള്ള 2 എക്സാമിൽ ഏതെങ്കിലും ഒന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ജെയ് ആണെങ്കിൽ ജെയ് സെലക്ട് ചെയ്യുക, നീറ്റ് ആണെങ്കിൽ നീറ്റ് സെലക്ട് ചെയ്യുക. റെഡി അല്ലേ? അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നേരെ സബ്മിറ്റ് അടിക്കുന്ന സമയത്ത് എന്താവും? എക്സാമിലേക്ക് നേരെ അങ്ങോട്ട് പോകും. സാർ ഇത് ഇപ്പോൾ എഴുതാൻ പറ്റുമോ? പറ്റൂല. ഇത് എപ്പോഴാണ് ഓൺ ആവുക? നാളെ രാത്രി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ 9 മണി വരെ ഇത് എജുപോർട്ടിൻ്റെ ആപ്പിലുണ്ടാവും. നിങ്ങൾക്ക് 7 മണിക്ക് വേണമെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാം, 8 മണിക്ക് വേണമെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാം, 9 മണിക്കും വേണമെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാം. പക്ഷേ പ്രശ്നം എന്താ? 9:01 മുതൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയൂല. ഇനി ഏതെങ്കിലും രീതിയിൽ നമ്മളത് ഓപ്പൺ ആക്കുകയാണെങ്കിൽ പോലും ആ സമയം നമ്മൾ നിർബന്ധമായിട്ട് നോക്കും. 7-ൻ്റെയും 9-ൻ്റെയും ഇടയിൽ എക്സാം എഴുതിയ ആൾക്കാരത് മാത്രമാണ് നമ്മൾ പരിഗണിക്കുക. പരമാവധി ഏറ്റവും നല്ലത് എന്താണ്? 7 മണിക്ക് തന്നെ പോയിട്ട് എക്സാം എഴുതണമെന്നാണ്. ഇനി മറ്റൊരു കാര്യം, എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഫോണിൽ ഒരു ആക്റ്റീവ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പിക്കുക. ചില ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ വീക്ക് സിഗ്നലിൻ്റെ അണ്ടറിലായിരിക്കും. പെട്ടെന്ന് നെറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ എക്സാമിൽ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് ഔട്ടാവും. ഒരു വട്ടം നിങ്ങൾ എക്സാമിൽ നിന്ന് ബാക്ക് അടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ എക്സാം എഴുതാൻ പറ്റുന്നതല്ല. പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ഈ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കോൾ വന്ന് നിങ്ങൾ നെറ്റ് കട്ടായി, അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പിന്നീട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയില്ല. സോ നിങ്ങൾ എക്സാം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉടനടി ആ എക്സാം തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ മേലെ DND മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് നിങ്ങൾ ആപ്പിലെ ഇൻസ്ട്രക്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എജുപോർട്ടിൻ്റെ ആപ്പിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു എക്സാം തുടങ്ങുമ്പം ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഒരു DND എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ഓൺ ആക്കി വെക്കുക. കാരണം ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്ക് അടിച്ചാലോ, ഇനി ഇങ്ങനെ നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് വേറെ ടാബ് എടുക്കൂലേ, വേറെ ടാബ് എടുത്താലോ ഈ ഒരു എക്സാമിൽ നിന്ന് നിങ്ങൾ ഔട്ടാവും. സോ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആൾക്കാർ പറയും സാർ ഞാൻ ബാക്ക് അടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളോട് തിരിച്ചു ചോദിക്കും നിങ്ങൾ മിനിമൈസ് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ അത് അവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ടാബ് ഏതെങ്കിലും ഓപ്പൺ ആക്കിയിരുന്നോ? അതൊക്കെ ബാക്ക് അടിച്ചതിന് തുല്യമാണ്. നിങ്ങൾ അതിൽ നിന്ന് എക്സിറ്റ് ആവും, പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയില്ല. സെറ്റ് അല്ലേ? അപ്പോൾ എല്ലാവരും ഇതിൽ വെച്ചിട്ട് നാളെ ഉഷാറായിട്ട് എക്സാം എഴുതുക. എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. സോ വീണ്ടും ഞാൻ പറയാണ്, നാളെ ആപ്പ് വഴിയാണ് എക്സാം ഉണ്ടാവുക. 7 to 9 നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഏറ്റവും നല്ലത് നേരത്തെ അറ്റൻഡ് ചെയ്യണമാണ്. ഇനി അഥവാ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി രജിസ്റ്റർ ചെയ്യുക. എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.